എന്തായാലും അവസാന മണിക്കൂറിൽ രണ്ടിടത്തും ഭേദപ്പെട്ട പോളിംഗ് എന്ന ഒരു പൊതുവിലയിരുത്തൽ ഉണ്ട്. രാവിലെ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ വോട്ടേഴ്സിന്റെ വലിയ ക്യൂ ആയിരുന്നു. പക്ഷേ ഉച്ച കഴിഞ്ഞ ശേഷം ആ തിരക്ക് കുറഞ്ഞു എന്ന് മനസ്സിലാവുന്നു. എന്താണ് അവസാന മണിക്കൂറിലെ സാഹചര്യമെന്ന് വളരെ വിശദമായി പരിശോധിക്കാം. ചേലക്കരയിൽ നിന്ന് എസ് വിജയകുമാറും ബിപിൻ സി വിജയനും ആദ്യം ചേർന്നു. ആദ്യം വിജയകുമാറിലേക്ക്. വിജയകുമാർ, ഇപ്പോൾ ഏത് ബൂത്തിലാണ് വിജയകുമാർ ഉള്ളത്? അവിടുത്തെ സ്ഥിതി എന്താണ്? ഇനിയും വലിയ നിര വോട്ടേഴ്സിന്റെ ഉണ്ടോ അവിടെ? പ്രജിൻ, ഞാൻ നിൽക്കുന്നത് ചേലക്കര പഞ്ചായത്തിലെ ചേലക്കര ടൗണിലെ 70, 69, 70, 71 3 ബൂത്തുകൾ ചേരുന്ന ലിറ്റിൽ ഫ്ലവർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇപ്പോൾ പ്രജിൻ പറഞ്ഞ കണക്കിൽ കുറച്ചുകൂടി പുരോഗതിയുണ്ട്. 5 മണി വരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ 69.29 ആണ്. 5 മണി വരെയുള്ള കണക്കനുസരിച്ച് ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ പോളിംഗ് പെർസെന്റേജ് എന്ന് വെച്ചാൽ ഏതാണ്ട് 70ലേക്ക് 5 മണിക്ക് അടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി 1 മണിക്കൂർ ഉള്ള കണക്ക് കൂടിയാണ്. 6 മണി വരെയുള്ള കണക്കാണ് വരാനുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77.45 ആയിരുന്നു ചേലക്കരയിലെ വോട്ടിംഗ് പെർസെന്റേജ്. എന്ന് വെച്ചാൽ 77% ആളുകൾ അന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനടുത്തേക്ക് എത്തും ഈ കണക്കെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 72 മാത്രമായിരുന്നു. അപ്പോൾ 72 കവർ ചെയ്ത് 72 ക്രോസ് ചെയ്ത് 75ലേക്ക് എത്തും എന്ന് വേണം ഈ ഘട്ടത്തിൽ നമ്മൾ കരുതാൻ. അപ്പോൾ 75ലേക്ക് അടുത്ത കണക്കിന് ഇപ്പോൾ 5:30 കഴിയുമ്പോഴേക്കും അടുത്ത അരമണിക്കൂറിലെ കണക്ക്, അവസാന മണിക്കൂറുകളിലെ കണക്ക് വരും എന്നാണ് കരുതുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് തിരിച്ച് പരിശോധിച്ചാലും എല്ലാ പഞ്ചായത്തുകളിലും ശരാശരി 60% മുകളിൽ വോട്ട് ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ പാഞ്ഞാളിലാണ് ഏറ്റവും അധികം ആളുകൾ വോട്ട് ചെയ്തത്. അവിടെ 5 മണിക്ക് തന്നെ ഏതാണ്ട് 61% ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദേശമംഗലത്തും വരവൂരിലും വള്ളത്തോൾ നഗറിലും ഒക്കെ ഏതാണ്ട് 58-59 എന്ന നിലയിലാണ്. മുള്ളൂർക്കരയിലും പഴയന്നൂരിലും തിരുവല്ലുവമലയിലും ഒക്കെ ഏതാണ്ട് അതേപോലെ തന്നെയാണ് വോട്ടിംഗ് പെർസെന്റേജ് വന്നിരിക്കുന്നത്. അപ്പോൾ 60% എന്നത് പഞ്ചായത്ത് തലത്തിൽ 5 മണിക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ശരാശരി നോക്കുമ്പോൾ 70%ലേക്ക് 5 മണിക്ക് മണ്ഡലത്തിന്റെ ആകെ പോളിംഗ് പെർസെന്റേജ് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള 1 മണിക്കൂർ കൊണ്ട് 5% കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു 6 മണിക്ക് ഔദ്യോഗികമായി പോളിംഗ് അവസാനിക്കുമ്പോൾ 75ലേക്ക് എത്തും. പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77.45 ആയിരുന്നു. 77% അന്ന് ജനങ്ങൾ വോട്ട് ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിലും കുറവായിരുന്നു, 72 ആയിരുന്നു. അപ്പോൾ 72 ക്രോസ് ചെയ്യും, 75ലേക്ക് എത്തുമെന്ന് കരുതാം. ഈ നമ്മൾ നിൽക്കുന്ന ഈ ബൂത്തിൽ വലിയ തിരക്കില്ല, പക്ഷേ ആളുകൾ ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നുണ്ട്. രാവിലെ കണ്ട വോട്ടർമാരുടെ നീണ്ട നിര ഏതാണ്ട് ഉച്ചവരെ തന്നെ തുടർന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് പോളിംഗ് മന്ദഗതിയിലായത്. ഏതാണ്ട് ഒരു 4 മണിയോടെ വീണ്ടും പോളിംഗ് ബൂത്തുകൾ മണ്ഡലത്തിലാകെ സജീവമായിട്ടുണ്ട്. അപ്പോൾ പലയിടത്തും വോട്ടർമാരുടെ നീണ്ട നിര തുടരുന്നുണ്ട്. ചിലയിടത്തെങ്കിലും 6 മണിക്ക് ശേഷവും വോട്ടർമാരുടെ നീണ്ട നിര ഉണ്ടാകും, അവരുടെ ക്യൂ ഉണ്ടാകുമെന്ന് കരുതുന്നു. 5:30 കഴിഞ്ഞു. ഇനിയിപ്പോൾ പയ്യെ പോളിംഗ് ബൂത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തും. ക്യൂവിൽ നിൽക്കുന്നവർക്കെല്ലാം ടോക്കൺ കൊടുത്ത് 6 മണി കഴിഞ്ഞ് വോട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള അവസരം നൽകുകയും ചെയ്യും. ഈ 69, 70, 71 ബൂത്തുകളുള്ള ഈ നമ്മൾ നിൽക്കുന്ന ഈ സ്കൂളിൽ നേരത്തെ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഭാഗത്തേക്കൊക്കെ ക്യൂ നീണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ അവരൊക്കെ വോട്ട് ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. ഈ സ്കൂളിന്റെ അകത്ത് ഈ സ്കൂളിന്റെ അകത്ത് ക്യൂ നിൽക്കാനുള്ള സൗകര്യമുണ്ട്. അതിൻ്റെ അവിടെ ഇരിപ്പിടമൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയും ഏറെക്കുറെ ഇപ്പോൾ ശൂന്യമായിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അപൂർവം വോട്ടർമാർ മാത്രമേ അവിടെയും ഉള്ളൂ. ഇതാണ് ഏറ്റവും ഒടുവിലത്തെ നമ്മളുടെ പോളിംഗ് ബൂത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഏതാനും ചില വോട്ടർമാർ അവിടെ വോട്ട് ചെയ്യാൻ ഇപ്പോഴും കാത്തു നിൽക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കണക്കിൽ എടുത്ത വിവരം അനുസരിച്ചായിരുന്നെങ്കിൽ ഇവിടെ ഒരുപക്ഷെ ബൂത്തിൽ 6 മണിക്ക് ശേഷവും ആളുകൾ നിൽക്കുമെന്നാണ് കരുതുന്നത്. പക്ഷേ വേഗത്തിൽ വോട്ട് രേഖപ്പെടുത്തി മടങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടാവാം പെട്ടെന്ന് ആളുകൾ വോട്ട് ചെയ്ത് മടങ്ങുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു നീണ്ട ക്യൂ ഇവിടെയും ഒരിടത്തുമില്ല. നമ്മൾ പൊതുവെ ചേലക്കര മണ്ഡലത്തിലെ നമ്മളുടെ ഒരു പ്രാഥമിക പരിശോധനയിൽ ഒരിടത്തും അങ്ങനെ വോട്ടർമാരുടെ വലിയ നിര ഇപ്പോഴില്ല എന്നുള്ളതാണ്. ചില പഞ്ചായത്തുകളിൽ, ചില ബൂത്തുകളിൽ എന്നാൽ ആളുകൾ എത്തുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ഈ നിൽക്കുന്ന ഈ ബൂത്തിലും ആളുകൾ എത്തുന്നുണ്ട്. 3 ബൂത്താണ് ഇവിടെയുള്ളത്. പൊതുവെ സമാധാനപരമായിരുന്നു പ്രജിൻ ചേലക്കരയിലെ വോട്ടെടുപ്പ്. കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ചെറിയ വാക്ക് തർക്കങ്ങളോ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളോ എന്ന് മാത്രമേ ഉള്ളൂ. കാര്യമായ പ്രശ്നങ്ങളൊന്നും ഒരിടത്തും ഉണ്ടായിരുന്നില്ല. സമാധാനപരമായിരുന്നു. ചേലക്കരയുടെ രാഷ്ട്രീയ ചരിത്രം അങ്ങനെയാണ്. വലിയ സംഘർഷ സാധ്യതകളൊന്നുമില്ല. പൊതുവെ സമാധാനപരമായിരിക്കും ഇവിടുത്തെ വോട്ടെടുപ്പ്. ചില ബൂത്തുകൾ ഇതിന് പോളിംഗ് സ്റ്റേഷന് സമീപം ബൂത്ത് കെട്ടുന്നതിനെ ചൊല്ലി ബൂത്ത് നീക്കാൻ ആവശ്യപ്പെട്ടിട്ട് മാറ്റിയില്ല എന്നതിനെ ചൊല്ലി ദേശമംഗലത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ വാക്കുതർക്കമൊക്കെ ഉണ്ടായത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. നമ്മൾ ഈ നിൽക്കുന്ന ഈ ബൂത്തിൽ പ്രായമായവർ വോട്ട് രേഖപ്പെടുത്തുന്നത്
അവരുടെ സഹായിയെ വോട്ട് രേഖപ്പെടുത്താൻ അനുവദിച്ചില്ല എന്നതിനെ ചൊല്ലി നേരത്തെ കുറച്ചു സമയം ഒരു വാക്കുതർക്കം ഉണ്ടായിരുന്നു. പോലീസൊക്കെ എത്തി അത് പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതല്ലാതെ കാര്യമായ പ്രശ്നങ്ങൾ ഒരിടത്തുനിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 3 സ്ഥാനാർത്ഥികളും വലിയ വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട് വോട്ടെടുപ്പ് അവസാന മിനിറ്റുകളിലേക്ക് കടക്കുമ്പോഴും. ഇപ്പോൾ ഭേദപ്പെട്ട പോളിംഗ് 75% ഒരു ഉപതെരഞ്ഞെടുപ്പിൽ എന്നത് നല്ല പോളിംഗ് തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. അത് അത്രയും ആളുകൾ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ വളരെ സജീവമായി എല്ലാ മുന്നണി നേതാക്കളും മുന്നണി നേതൃത്വവും പ്രവർത്തകരും ഈ വോട്ടേഴ്സിനെ ബൂത്തുകളിൽ എത്തിക്കാൻ കാര്യമായ ശ്രമം നടത്തിയിരുന്നു. അവരവരുടെ കേന്ദ്രങ്ങളിൽ അവർ അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുകയും ചെയ്തു. അതുകൊണ്ട് അവരവരുടെ വോട്ടുകൾ പരമാവധി ബൂത്തുകളിൽ എത്തി പോൾ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാൻ കൂടിയാണ് ഇപ്പോൾ ഈ അവസാന മിനിറ്റുകൾ അവർ ഉപയോഗിക്കുന്നതെന്ന് വേണം കരുതാൻ. അപ്പോൾ ഈ കണക്കുകളൊക്കെ വ്യക്തമാക്കുന്നത് രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ആ ശ്രമം വിജയിച്ചു എന്ന് തന്നെയാണ്. പ്രചാരണ വിഷയങ്ങൾ നമുക്കറിയാം, വളരെ സജീവമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതൊക്കെ ഫലം കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു 70-75% ചേലക്കരയിലെ പോളിംഗ് ഉയരുന്നത്. അതൊരു പുതിയ കാര്യമല്ല ചേലക്കരയെ സംബന്ധിച്ച്. ചേലക്കര എപ്പോഴും 70-ന് മുകളിൽ വോട്ട് രേഖപ്പെടുത്തുന്നതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 72 ഉണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് പോകും ഇത്തവണ എന്ന് ഉറപ്പാണ്. 5 മണിക്ക് തന്നെ 70 എത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത 1 മണിക്കൂറിലെ കണക്ക് കൂടി, അവസാന മണിക്കൂറിലെ കണക്ക് കൂടി വരുമ്പോൾ ചേലക്കര 75-ലേക്കെങ്കിലും എത്തിയിട്ടുണ്ടാകുമെന്നാണ് പ്രജിൻ നമ്മൾ കരുതേണ്ടത്. ശരി വിജയ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നിലവിൽ 69.29% പോളിംഗ് ചേലക്കരയിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് അവിടെ നിന്നും എസ് വിജയകുമാർ ഏറ്റവും കൂടുതൽ നൽകിയ വിവരം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് 77% ആയിരുന്നു എന്നുകൂടി ഓർക്കുക. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി ഭേദപ്പെട്ട പോളിംഗ് ഇനിയുള്ള അരമണിക്കൂറിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.